ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചക്കയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് വരിക്കച്ചക്ക ചുള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ജീരകവും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലപോലെ പൊടിച്ചെടുക്കാം. നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. ശർക്കര വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചക്ക അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര ഉരുകാൻ വെച്ചത് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ടുള്ള ചക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തമ്മിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇളക്കി കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഇലയിൽ ഈ മാവ് പരത്തി കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ല വാഴയില എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലതുപോലെ പരത്തി കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് മടക്കി നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ അടയും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പയിലേക്കാണ് വേവാനായിട്ട് വയ്ക്കുന്നത്. നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്.